കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഘടകകക്ഷികളുടെ മാത്രം ഞാൻ ചോദിക്കുകയാണ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പറയുന്ന കേസ് അതൊരു ആഭ്യന്തര പ്രശ്നം നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ? അങ്ങനെ കണക്കാക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്ന് വേറെ ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് ലീഗ് ഉണ്ടല്ലോ, എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ലീഗിൻ്റെ സാദിഖ് അലി തങ്ങളാണ് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു വിട്ട ആൾ. ചോദിക്കണ്ടേ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത്? ചോദിക്കണ്ടേ? എത്ര ഘടകകക്ഷി പാർട്ടികളുണ്ട്? ചോദിക്കണ്ടേ? ഇത് ചോദിച്ചിട്ടില്ലെങ്കിൽ ഇവർക്ക് എവിടെയും ചോദിക്കാൻ കഴിയില്ല കേട്ടോ. ഇവിടെ ചോദിക്കാൻ കഴിയില്ല, എവിടെയും ചോദിക്കാൻ കഴിയില്ല. ഇവർക്ക് നിയമസഭയിൽ ചോദിക്കാൻ കഴിയില്ല, ഇവർക്ക് ജനങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് സ്ത്രീകളോട് വോട്ട് ചോദിക്കാൻ കഴിയില്ല. സ്ത്രീകളോട് വോട്ട് ചോദിക്കാൻ കഴിയണമെങ്കിൽ എന്താ അറിയോ, ഇതിനെതിരെ നിലപാട് സ്വീകരിക്കണം. ഇതായിരിക്കണം ഇത് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ചവിട്ടി താഴ്ത്തി കളയാമെന്നൊരു പറയുന്നതല്ല. കാരണം എന്താ, രാഹുൽ മാങ്കൂട്ടത്തിൽ നന്നാവണമെങ്കിലും ഈ പാർട്ടി നന്നാവണമെങ്കിലും ഇതുപോലെ നിലപാടെടുത്തേക്കണം. നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടല്ല, സ്ഥാനമാനങ്ങൾ കൊടുക്കില്ല എന്ന് തീരുമാനം എടുക്കണം. സ്ഥാനമാനങ്ങൾ കൊടുക്കില്ല, എന്നിട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കട്ടെ. എന്തൊക്കെ ചെയ്യാനുണ്ട് ഇവിടെ? നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടി കാണുന്നുണ്ടോ? ഇവിടെ എത്ര ആൾക്കാരുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി ചെയ്തിട്ടാണ് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ശിക്ഷ ഉറപ്പാണ്. അത് ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ്, ഇന്ന കാര്യത്തിലൊന്നുമില്ല. മനസ്സിലായോ? നമ്മളൊരു വണ്ടി ആക്സിഡൻ്റ് ആയാൽ പറയാറുണ്ടല്ലോ, എന്താണ്, മനഃപൂർവ്വം അല്ലാതെ നരഹത്യ കേസെടുക്കും അല്ലേ, ചേർക്കും. പക്ഷെ തെറ്റ് പറ്റിയാൽ ശിക്ഷ ഉറപ്പാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞാൽ മാത്രമേ ഒരു ഇഞ്ചെങ്കിലും മുന്നോട്ട് പോകാൻ ഈ പാർട്ടിക്ക് പറ്റുള്ളൂ. അതിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്.